ഏതൻ ഹൗസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികളൊക്കെ റെഡിയാക്കാം. കിളിമീനാണ് എടുത്തേക്കുന്നത്. കിളിമീനെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. മീൻകറിയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം വെന്ത് കഴിയുമ്പോൾ ഇതിട്ട് ഇളക്കാൻ പറ്റത്തില്ല, പൊടിഞ്ഞു പോകും കിളിമീനായതുകൊണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ 5-6 കിളിമീനൊന്ന് പൊരിച്ചുകൂടെ എടുക്കാം. മീൻകറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. തവയിട്ട് ഇളക്കാതെ ചെറുതായി ഒന്ന് ചുറ്റിച്ചെടുക്കാം. കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ക്യാബേജ് തോരൻ തയ്യാറാക്കാം. ക്യാബേജൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ സവാള, പച്ചമുളക്, ഇഞ്ചി ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സവാളയാണ്. ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തോരൻ തയ്യാറാക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പൊടി നല്ലതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങയോടെ ചേർത്ത് കൊടുക്കാം. തോരനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മീനോടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഉച്ചയുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിളിമീൻ തേങ്ങ അരച്ച് വെച്ചത്, ക്യാബേജ് തോരൻ, ഫിഷ് ഫ്രൈ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.